ഞാൻ വന്നത് അച്ഛനെ കല്ലെറിയാനല്ല. അവര് പറയുന്നതൊക്കെ സത്യമാണെന്ന് അച്ഛനിലൂടെ ഒരിക്കൽ കൂടി ഉറപ്പിക്കാനാണ്. പിന്നെ ഈ കാലിലെ വീണ് നന്ദി പറയാനാണ്. മോനെ റോഷൻ, എന്താണിത്? അച്ഛനെന്ന് എന്നെ ഈ കയ്യിൽ വാരി പുണർന്നില്ലായിരുന്നെങ്കിൽ ഈ റോഷൻ ഇന്നുണ്ടാവില്ലായിരുന്നു. അനുജത്തിയുടെ മാനം രക്ഷിക്കാനായി രവീന്ദ്രൻ എന്നയാൾ എന്നെ കൊന്നുവല്ല ഓടയിലും എറിഞ്ഞേനെ. മോനെ, അങ്ങനെയൊന്നും പറയരുത്. അത്ര കരുണയില്ലാത്തവനല്ല രവീന്ദ്രൻ. നിനക്കും അറിയുന്നതല്ലേ അവനെ. അറിഞ്ഞതൊക്കെ മനസ്സിലാക്കിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോയി അച്ചോ. എല്ലാത്തിലും നന്മ കണ്ട എനിക്കാണ് തെറ്റിയത്. എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു. എനിക്ക് തന്നെന്ന് പറയുന്ന സ്നേഹമൊന്നും ആത്മാർത്ഥമായിരുന്നില്ല. പാപം ചെയ്തവന്റെ കുറ്റബോധത്തിൽ നിന്നുണ്ടായതാണ് അതൊക്കെ. എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു അച്ചോ. മോനെ റോഷൻ, കുടുംബം നോക്കാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ഒരല്പം നിന്നത് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടപ്പോ. അവളുടെ പേര് കീർത്തി എന്ന. അവളെ ഞാൻ പ്രണയിച്ചു, വിവാഹം കഴിക്കാൻ മോഹിച്ചു. അനുജന്റെ മനസ്സിൽ അവളാണെന്നറിഞ്ഞപ്പോ ഞാൻ സ്വയം ഒഴിഞ്ഞു മാറിയതാ. അങ്ങനെയാണ് അച്ചോ റോഷൻ പഠിച്ചത്. സ്വന്തമായത് എന്തും നൽകും. എനിക്ക് മറ്റുള്ളവരുടെ സന്തോഷമാണ് എന്റെ സന്തോഷത്തെക്കാൾ വലുത്. ഒടുക്കം വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട അവര് കാണിച്ചു തന്ന പെണ്ണിനെ ഞാൻ കെട്ടി. അവളും എന്നെ സ്നേഹിച്ചില്ല. ഞാൻ നിറയെ സ്നേഹം അവൾക്ക് കൊടുത്തപ്പോ അവളുടെ കണ്ണെന്റെ സ്വത്തിലായിരുന്നു. എന്റെ ജീവൻ എടുക്കാൻ വരെ അവള് ശ്രമിച്ചു. അവള് പോയച്ചോ, അവളെ ഞാൻ പറഞ്ഞയച്ചു. അമ്മയ്ക്ക് എന്നെ വേണ്ട. വേണമായിരുന്നെങ്കിൽ മോനെന്ന് ഒരിക്കലെങ്കിലും ഒന്ന് വിളിച്ചേനെ. ആരും എന്നെ സ്നേഹിക്കുന്നില്ല അച്ചോ, ആരും. അങ്ങനെയൊന്നും പറയലേ മോനെ. അച്ചോ, ഈ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്റെ മനസ്സ് നീറുന്നത് ഞാൻ അറിയുന്നുണ്ട്. കർത്താവ് നിന്റെ കൂടെയുണ്ട്. നിന്റെ നീറ്റൽ കർത്താവ് ഉണക്കും. എന്റെ മോൻ കരയാതെ. ഇതങ്ങനെ ഒന്നും ഉണങ്ങില്ല അച്ചോ. ആഴത്തിലുള്ള മുറിവാണിതൊക്കെ. ഞാനിപ്പോ അനാഥനാ. മോനെ, തിരികെ കിട്ടാത്ത സ്നേഹം എന്തിനാണ് ഞാൻ ഇനി തിരിച്ചു കൊടുക്കുന്നത്? റോഷൻ അല്പം സ്വാർത്ഥനാവും. പുണ്യവാന്റെ വേഷം കണ്ണീര് മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഞാനത് അഴിച്ചു വെക്കാൻ പോവുകയാണ് അച്ചോ. ആരും ഇല്ലെന്ന് തോന്നുമ്പോ സ്വയം നഷ്ടപ്പെടുത്താൻ തോന്നും. എങ്കിലും എന്റെ റോഷൻ അങ്ങനെയാകാൻ പറ്റില്ല. കുമ്പസാരക്കൂട്ടിനപ്പുറത്ത് എന്റെ ഡൊമിനിക് അച്ഛൻ ഉണ്ടാവണം. കുമ്പസാരക്കൂട്ടി കയറാൻ ഒരിക്കൽ ഈ റോഷം വരും. ഇനി അച്ഛനെ ഞാൻ കാണുന്നത് ഒരിക്കൽ കൂടി കുമ്പസാരക്കൂട്ടിനകത്ത് വെച്ചായിരിക്കും. ചെയ്ത പാപങ്ങൾ ഏറ്റുപറയാൻ ഒരിക്കൽ ഈ റോഷന് വരേണ്ടി വരും അച്ഛൻ. നമുക്ക് അവിടെ വെച്ച് കാണാം.
മണിവാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ താരമ്പൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ എന്തിനിപ്പോ റേഡിയോ ഓഫ് ചെയ്ത്? ആ പാട്ട് ഇപ്പൊ ആസ്വദിക്കാൻ കഴിയില്ല. ഇവക്കൊരു ചെറിയ ഡോസിന്റെ കുറവുണ്ട്, ശരിയാക്കാം. എന്തിനാ കാർ നിർത്തിയേ? തനിയെ ഓഫായതാ. അയ്യോ, കാർ സ്റ്റാർട്ട് ആവുന്നില്ല. മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരൂ. പെട്ടു. ആരെയാണോ ഇന്ന് കണി കണ്ടത്? നിന്നെയാണോ? തനിയെ വേറെ വണ്ടി വിളിച്ച് വന്നാ മതിയായിരുന്നു. ഒന്ന് തള്ളി തരുമോ? എന്ത്? നീ ഇറങ്ങി ഒന്ന് കാർ തള്ളി തരുമോന്ന്. സ്റ്റാർട്ട് ആവുമോ നോക്കാം. എന്തൊരു കഷ്ടമായത്. ഇത് നിന്റെ ആവശ്യ, അത് മറക്കണ്ട. വേറെ വഴിയില്ലല്ലോ. അതെ, വേഗായിക്കോട്ടെ ഏട്ടാ, നല്ല ശക്തിക്ക് തള്ളിക്കോ. അമ്മേ, അനങ്ങ് നെല്ലോളി, ഒന്ന് ആഞ്ഞ് തള്ളു. അതിന്റെ വേദന എടുക്കൊന്നും ഇല്ല, അങ്ങ് തള്ള ഇങ്ങോട്ട്. ആയില്ല സാ, പോരട്ടെ. പോട്ടെ പോട്ടെ. ഇങ്ങനെയാണ് തള്ളണേ, ശക്തി പോരാ. തള്ളടി അങ്ങോട്ട്. നാവുകൊണ്ടുള്ള തള്ളു മാത്രമേ ഉള്ളല്ലേ. ഒന്ന് അനക്കി തള്ളു. അയ്യോ, എനിക്ക് പറ്റുന്നില്ല. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്തു പറ്റി? അത് കാർ സ്റ്റാർട്ട് ആവുന്നില്ല. പെങ്ങള് കയറിക്കോ, ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാം. താങ്ക്സ്. നീ എന്താ കേറിയിരിക്കുന്നെ? ഇറങ്ങി തള്ളു. എവിടുന്ന് വരുന്ന വൃത്തിട്ടന്മാർ, ഒരു പണിയില്ല മാർക്ക്. സ്റ്റാർട്ടാവുക എന്താ? എനിക്ക് പണി തന്നതാണല്ലേ. ഇതിനുള്ള കണക്കേ ഞാൻ പിന്നെ തീർക്കുന്നുണ്ട്. പോലീസ് പറഞ്ഞു നമ്മൾ എടുത്തിയാടി പുറപ്പെട്ടു. നീ ആ റോയൽ റിസോർട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. അച്ഛനെ കുറിച്ചുള്ള വിവരങ്ങള് നേരിട്ടങ്ങ് അന്വേഷിക്കും. അവിടത്തെ ഫോൺ നമ്പർ എന്റെ ഫോണിലുണ്ട്, ഒന്ന് വിളിച്ചു നോക്കാം. ഡയൽ ചെയ്തിട്ടുണ്ട്. ഹലോ, റോയൽ റിസോർട്ട് അല്ലേ? എൻ്റെ പേര് കീർത്തി എന്നാ. അവിടെ താമസിച്ചിരുന്ന കെ നായർ എൻ്റെ അച്ഛനാണ്. അദ്ദേഹം കുറച്ചു കാലമായിട്ട് മിസ്സിംഗ് ആണ്. അദ്ദേഹം ഇപ്പൊ അവിടെ ഉണ്ടോ? ആ, ശരി ശരി. വന്നാ ഈ വിളിച്ച ഫോൺ നമ്പറിൽ ഒന്ന് അറിയിക്കണം. ഓക്കെ. അച്ഛനവിടെ ഇല്ല, വരുമെന്ന് നിശ്ചയമില്ല. അച്ഛനെ കണ്ട നിനക്ക് മനസ്സിലാവല്ലോ അല്ലേ?
അല്ല, തൽക്കാലം നമുക്ക് റിസോർട്ടിലേക്ക് പോകണ്ട, പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിക്കാം. അനുപമ, റോഷൻ എന്താ വരാത്തെ? എന്റെ മോൻ എവിടെ പോയതാണ്? എനിക്കാകെ പേടിയാവുന്നു. അത്രയ്ക്ക് വിഷമത്തിലവൻ. ഞാൻ കാരണം എന്റെ മോൻ. എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ, ഇത് ആവർത്തിക്കരുന്ന് പറഞ്ഞതല്ലേ? കലാവതി, നീ അവനെ ഒന്ന് വിളിക്ക്. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. കട്ടായി. അവൻ വന്നോളും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. ഒരു നല്ല പെണ്ണിനെ അവനെ കൊണ്ട് കെട്ടിച്ച അവന്റെ സങ്കടമൊക്കെ മാറുന്ന കീർത്തിയും രാഹുലും പറയുന്നത്. കെട്ടിയ താലി പൊട്ടിച്ചെറിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാ മറ്റൊന്ന്. അവര് പറഞ്ഞാലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. നമുക്ക് റോഷന്റെ വിവാഹം നടത്തിയാലോ? അവന്റെ സമ്മതം കൂടി വേണ്ടേ? ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് അവനിപ്പോ. അവൻ ഇഷ്ടപ്പെട്ട കുട്ടിയായാലും അവൻ സമ്മതിക്കും. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അഞ്ജലി ഇപ്പോഴും അവന്റെ ഭാര്യയാണ്. നിയമപരമായി ബന്ധം വേർപെടുത്തിയിട്ടില്ല. ബന്ധം വേർപെടുത്താതെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയില്ല. ഓ, അതൊന്നും വലിയ കാര്യമല്ല. നാളെ തന്നെ ഒരു വക്കീലിനെ കണ്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കാം. പെട്ടെന്ന് തന്നെ ഡിവോഴ്സും കിട്ടും. രഹസ്യമായി എത്ര വിവാഹങ്ങൾ നടക്കണം. അതുപോലെ അധികം ആരും അറിയാതെ കെട്ടി നടത്താം. ഒക്കെ പെട്ടെന്ന് തന്നെ വേണം. നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണം. ആദ്യത്തെ അനുഭവം മനസ്സിലുണ്ടാവണം. നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അത് റോഷന് നന്നായിട്ട് ചേരും. ആരാ അവള്? നമ്മുടെ കീർത്തി. ദേ, എന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത്. നല്ല പെൺകുട്ടി. അവക്കെന്താടി കുഴപ്പം? റോഷനും അവളെ ഇഷ്ടാണ്. എന്നവൻ അച്ഛനോട് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. അവന്റെ മനസ്സിൽ കീർത്തി ഉണ്ടായിരുന്നു. അവളെ വിവാഹം കഴിക്കാനും ആഗ്രഹിച്ചിരുന്നു. ഇതൊക്കെ നുണയാ. അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അഞ്ജലി വിവാഹം കഴിക്കുമായിരുന്നു. അവന്റെ മനസ്സിലുള്ള ആഗ്രഹം അവൻ എന്നോട് പറഞ്ഞതാ. കീർത്തിയായിട്ട് സംസാരിക്കാൻ ഞാൻ അവനോട് പറഞ്ഞതുവാ. എല്ലാം അവളോട് പറയാൻ അവൻ തീരുമാനിച്ചിരുന്നു. അപ്പോഴാണ് വിവേകുമായിട്ട് കീർത്തിയുടെ വിവാഹം ഉറപ്പിക്കാൻ അവരുടെ വീട്ടുകാർ തീരുമാനിച്ചത്. കീർത്തി അതിന് സമ്മതം മൂടിയതായിട്ട് റോഷൻ അറിഞ്ഞു. കീർത്തി ആ ബന്ധത്തിൽ സന്തോഷവതിയാണ്. പിന്നെ ഞാൻ എന്തിനാ അതിനിടയിൽ കയറണം എന്നും പറഞ്ഞ് റോഷൻ ഒഴിവായി. അഞ്ജലി ആയിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു. എനിക്കറിയാം, ഇപ്പോഴും റോഷന്റെ മനസ്സിൽ കീർത്തിയുണ്ട്. റോഷന് വേണ്ടി ആലോചിച്ച കീർത്തിയും വീട്ടുകാരും വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യും. അവരുടെ വിവാഹം നടന്ന റോഷൻ പഴയ സന്തോഷത്തിലേക്ക് തിരികെ വരും. ഇതൊക്കെ അച്ഛന്റെ തോന്നലാ. കീർത്തിയും രാഹുലും തമ്മിൽ പ്രണയത്തിലാ. കീർത്തിയുടെ മനസ്സിൽ രാഹുലുണ്ട്. അതിനിടയിലേക്ക് അച്ഛൻ എന്റെ കുട്ടിയെ വലിച്ചഴക്കണ്ട. അവര് പ്രണയത്തിലാണെന്ന് നിന്നോട് അവര് പറഞ്ഞിരുന്നോ? എന്തിനു പറയണം? അവരുടെ പെരുമാറ്റം കണ്ടാൽ അറിയില്ലേ? അവര് തമ്മിൽ അങ്ങനെയൊന്നുമില്ല. ശരിയാ, എന്നും അടിപിടി അവര് തമ്മിൽ. അതെനിക്കും സംശയം തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലായി അവര് തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന്. പ്രണയം ഉണ്ടെങ്കിൽ അവരെന്നോട് പറഞ്ഞ് അവരുടെ വിവാഹം നടത്തിയാനെ. രണ്ടുപേര് എപ്പോഴും ഒരുമിച്ച, രാവും പകലും ഒന്നിച്ചു തന്നെ. വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചു നോക്ക്, അവര് കറങ്ങുന്നുണ്ടാവും. എന്ന് വെച്ച് പ്രണയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ അനുപമേ? വിളിക്കവരെ. അവര് തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ചോദിക്കും. അപ്പൊ സത്യം പറയുമല്ലോ. നീ തന്നെ വിളിക്കുക അവരെ. എന്തു പറയുന്ന അറിയാലോ. എന്താ നീ ആലോചിക്കുന്നത്? വിളിച്ചു ചോദിക്കേ.
ഈ സിറ്റി മുഴുവൻ നമ്മൾ അരിച്ചു പറക്കി. ഹോസ്പിറ്റൽ, ബീച്ച് എന്ന് വേണ്ട, സംശയമുള്ളിടത്തൊക്കെ ചെന്ന് നോക്കി. തന്റെ അച്ഛനെ കണ്ടില്ല. പോലീസിൽ നമ്മൾ ട്രൈ ചെയ്തു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിന് കരഞ്ഞിട്ടെന്ത് കാര്യം കീർത്തി? അന്വേഷിക്കാനല്ലേ നമുക്ക് കഴിയൂ. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അച്ഛനെ കണ്ടെത്താൻ കഴിയൂന്ന്. എന്താ പറ്റിയത് എന്റെ അച്ഛന്? എന്തിനാ ഈ ഒളിച്ചുകളി? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി റോയൽ റിസോർട്ടിൽ വന്ന് കാണോ? അവിടെ വരാൻ സാധ്യതയുണ്ടെന്നല്ലേ പറഞ്ഞേ? വന്നാ അവര് നമ്മളെയും പോലീസിനെ അറിയിക്കാന്ന് പറഞ്ഞതല്ലേ? ഇതുവരെ അറിയിച്ചില്ലല്ലോ. എന്റെ മനസ്സ് പറയുന്നു തന്റെ അച്ഛൻ അവിടെ വരുമെന്ന്. തനിക്ക് അച്ഛനെ കാണാൻ കഴിയുമെന്ന്. നമുക്കൊന്ന് അവിടെ വരെ പോവാം. എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. കരയാതോ, തന്റെ അച്ഛനെ കണ്ടെത്താൻ കഴിയും. ആ വണ്ടി കയറ്. അനുപമയിളമയാണല്ലോ. എന്താണോ വിളിക്കുന്നത്? സ്പീക്കറിലിടാ. ഹലോ രാഹുൽ, നീ എവിടെയുള്ളത്? ഞാനും കീർത്തിയും ഒരു റിസോർട്ടിലേക്ക് പോവാ. റിസോർട്ടിലേക്കോ? ഛേ, നാണം കെട്ടവനെ. കീർത്തിയുടെ അച്ഛനെ അന്വേഷിച്ച് ഇറങ്ങിയതാ. അദ്ദേഹം ആ റിസോർട്ടിൽ താമസിച്ചിരുന്നു പോലീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവളുടെ അച്ഛനെ അന്വേഷിക്കാൻ അവള് പോണം. നീ എന്തിനാണ് നാണം കെട്ടവനെ പോകുന്നത്? നിന്റെ ആരാ അവള്? അങ്ങനെ ചോദിച്ചാ ആരാ കീർത്തി? ആരാ കീർത്തിയെന്നോ? നീ എന്താടാ എന്നെ കളിയാക്കുകയാണോ? രാവും പകലും നിങ്ങൾ ഒരുമിച്ചാണല്ലോ. അതിനു മാത്രം എന്ത് ബന്ധമാടാ നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? ഇഷ്ടത്തിലാണോന്ന്? എനിക്ക് സംശയമുണ്ട്. അത് ഞാൻ എല്ലാവരോടും പറയുകയും ചെയ്തു. നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചില്ലേ? ഇളയമ്മ തമാശക്ക് പറയല്ലേ? കാര്യാ പറഞ്ഞത്. അവള് നിന്നെ വലവീശി പിടിച്ചിരിക്കേ. പുളിങ്കൊമ്പിൽ കയറി പിടിച്ചിരിക്കേ അവള്. എനിക്കറിയാം. ആ ഫോണിങ്ങതാ തരാൻ. എനിക്കങ്ങനെ ആരെയും വലവീശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം. നീ എന്നെ മാന്യതയൊന്നും പഠിപ്പിക്കണ്ട, നാണം കെട്ടവളെ. എന്തിനാണ് നീ അവന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? ഇനി അവന്റെ കൂടെ കണ്ടാലേ നിന്റെ കാല് ഞാൻ വെട്ടും. പിന്നെ ഞാനിങ്ങ് നിന്ന് തരുമല്ലേ? എടി, ഹലോ ഹലോ. ഛേ, അവള് ഫോൺ കട്ട് ചെയ്തു. ഇങ്ങനെ സംസാരിച്ച കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നീ എന്ത് ചോദിക്കാൻ അവരെ വിളിച്ചത്? രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ടോന്ന് ചോദിക്കാൻ. ചോദിച്ചല്ലോ, അവരൊഴിഞ്ഞു മാറി. വ്യക്തമായ ഉത്തരവും തന്നില്ല. ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? എന്തിനധികം ചോദിക്കണം? അവന്റെ ചിരി കേൾക്കുമ്പോഴേ അറിയാം അവർ തമ്മിൽ അടുപ്പമുണ്ടെന്ന്. കൂടുതൽ ഇനി ചെയ്യാനൊന്നും നിൽക്കണ്ട. അവർ തമ്മിൽ അടുപ്പത്തില്. റോഷ്നി കീർത്തിയെ വേണ്ട,
വേറെ പെണ്ണിനെ ആലോചിക്കാം. രാഹുലിനും അവളെ വേണ്ട. രണ്ടിനെ ഞാൻ തന്നെ അകറ്റിക്കൊള്ളാം. എന്തൊക്കെയാ വിളി പറയണത്? കീർത്തിയും രാഹുലും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. എന്തായാലും രാഹുൽ വരുമല്ലോ, അവനോട് നേരിട്ട് ചോദിക്കാം, എന്നിട്ട് ഒരു തീരുമാനത്തിലെത്താം. രണ്ടുപേരും റിസോർട്ടിലേക്കാ പോയിരിക്കുന്നത്. എന്ന് വരുമോ ആവോ. രാഹുൽ പെട്ടെന്ന് തന്നെ വരും, നമുക്ക് അവനോട് ചോദിക്കാം.